ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് അനീഷേൻ്റെ വീട്ടിലെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ പതിവ് പോലെ എൻ്റെ കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. തലേദിവസം തന്നെ ഞാനിങ്ങനെ ദോശമാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കേബേജ് തോരനായിരുന്നു കേട്ടോ. അതൊക്കെ തലേദിവസം തന്നെ ഞാൻ അരിഞ്ഞ് പറക്കി വയ്ക്കും. അനീഷേടിന് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തയച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കാസ്ട്രോളിലാക്കി കൈയുടനെ തന്നെ കിടന്ന പാത്രമെല്ലാം കഴുകി വയ്ക്കും. ഞാൻ എൻ്റെ മിക്ക വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ പാത്രം വലിച്ചോരിടുന്നത് ഇഷ്ടമില്ല. നമ്മളുടെ അടുക്കള എപ്പോഴും കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കൈയുടനെ തന്നെ പാത്രവും കഴുകി വെച്ച്. ആ ടൈമിൽ ഇങ്ങനെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ നേരെ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി പോയി. ഇത് കാപ്പി വന്നിട്ട് ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എനിക്കുള്ളത് സ്കിൻ കെയർ ആണ് കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഫേസ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യും. ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ എടുക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈയിങ് ഫേസ് വാഷാണ് കേട്ടോ. എൻ്റെ നല്ലൊരു ആക്നി പ്രോൺ സ്കിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സെൻസിറ്റീവാണ്. അങ്ങനെ ഫേസ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഹിമാലയയുടെ തന്നെ പ്യൂരിഫൈയിങ് പാക്കും കൂടെ ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് വീക്ക്ലി 1 or 2 മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്ലൈ ചെയ്തൊരു 15 minutes മാത്രമേ ഞാൻ മാക്സിമം എൻ്റെ ഫേസിൽ ഇത് വച്ചേക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ഒരു കോൾഡ് വാട്ടറിലൊന്ന് കഴുകിക്കളയും കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഹിമാലയ. അതുപോലത്തെ ഒരു പാക്കാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ മുഖക്കുരു മാത്രമല്ല, ചൂട് കയറി അങ്ങനെ ചൂടിൻ്റെ കുരുവിൻ്റെ പാടും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി കലാപരിപാടിയിലോട്ട് പോകും. അനീഷേൻ്റെ അമ്മയ്ക്ക് കാപ്പി കൊടുത്തതിന് ശേഷം ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ ഞാനൊരു ജ്യൂസ് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇച്ചിരി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മ ഞാൻ പഴം ഒട്ടും കഴിക്കാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും പഴം ഉള്ളിൽ ചെല്ലാൻ വേണ്ടി അമ്മ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ജ്യൂസാണ് കേട്ടോ. ജ്യൂസ് അല്ല, അത് ഷാർജ പോലെയാണ് കേട്ടോ. അപ്പോൾ അനീഷേൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഇപ്പോൾ പഴമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഒരു ഷാർജാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. പഴം ഒട്ടും കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ഷാർജടി പരിപാടി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസിലെ പാക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സൺസ്ക്രീൻ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സൺസ്ക്രീനാണ് ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു സൺസ്ക്രീൻ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ വെള്ളത്തിൽ വെച്ചിരുന്ന മീൻ ഞാൻ കൈയുടഞ്ഞ് തന്നെ അറുത്ത് വയ്ക്കാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ വിരലുറ ഇട്ടിട്ടാണ് കേട്ടോ മീൻ അറക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ വേസ്റ്റ് ഒക്കെ ഞാൻ ഇതുപോലെ പൂച്ചക്കുട്ടന്മാർക്ക് ഇട്ട് കൊടുക്കും. പിന്നെ കഴുകി വൃത്തിയാക്കി മീൻ കഴുകിയുടെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ സിങ്കൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകും കേട്ടോ. കാരണം അകത്തുനിന്ന് ആ മീനൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കത്തിയായാലും വിരലുറയായാലും ഞാൻ കഴുകും കേട്ടോ. ഇത് മീൻ ഇറക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന വിരലുറയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ഹോട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഇതുപോലെ ചൂടുവെള്ളമൊക്കെ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ പെയിൻ കൂടുന്നതായിട്ടാണ് തോന്നാറ്. പക്ഷേ പെയിൻ കുറഞ്ഞുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ സംഭവം വയ്ക്കുന്നത് എനിക്ക് നല്ല റിലീഫായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം ഒതുക്കിയതിന് ശേഷം ബാക്ക് ടു എൻ്റെ വർക്കിലോട്ട് കടന്നു കേട്ടോ. അതിപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ അമ്മയ്ക്കുള്ള ജ്യൂസൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ മാതളവും കൂടെ ഉള്ള ജ്യൂസാണ്. പിന്നെ ഒരു സാലഡും കൂടെ അമ്മയ്ക്ക് അരിഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കാൻ പോകും കേട്ടോ. ഇന്നത്തെ എൻ്റെ ലഞ്ച് ഒരു പ്രത്യേക ലഞ്ചാണ്. എനിക്ക് കുറച്ച് നാൾ കൊണ്ട് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി ഭയങ്കര ഒരു പൂതി. അതുപോലെ അന്ന് രാവിലെ കണവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ അമ്മ വന്ന് നല്ല വരട്ടി കണവയൊക്കെ വെച്ചാണ്. അതുകൊണ്ട് ലഞ്ച് സെറ്റായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചൂടും കൂടെ ആയതുകൊണ്ട് ഇതിനപ്പുറം സുഖം വേറൊരു ഫുഡിന് കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു ഈവനിങ് 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മുറ്റമൊക്കെ അടിച്ച് പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ പോയിട്ടുണ്ട്. മുൾട്ടാനി മിൽട്ടിയും കോഫി പൗഡറും കൂടെ ചേർത്തൊരു ഫേസ് പാക്ക് ഇട്ട് അത് 50 minutes കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു കുളി പാസ്സാക്കി. അതിന് ശേഷം ഞാൻ ഹോളും കൂടെ ഒന്ന് തൂക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ ചെടിക്കുട്ടന്മാർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകും കേട്ടോ. ഇപ്പോഴത്തെ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പെയ്തെന്ന് പറയാം. ഇപ്പോൾ മഴക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കും. കാരണം ചിലപ്പോൾ പെയ്യണമെന്നില്ല കാറുണ്ടെങ്കിൽ പോലും. ഇപ്പം ടൈം വന്നിട്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ തന്നെ ഇങ്ങനെ അരി തിളപ്പിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിലോട്ട് വയ്ക്കും. അതിനുശേഷം നമുക്കൊന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ തക്കിട്ടുവിനെ കാണാനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കിട്ടു നമ്മൾ വീട്ടിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം തക്കിട്ടുമായിട്ട്
സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ബാക്കി പണിയിലോട്ട് കിടന്നു. ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ തേങ്ങയും ഒക്കെ ചിരകി വെച്ച് എന്തെങ്കിലും അരിയാനുണ്ടെങ്കിൽ അരിഞ്ഞു വയ്ക്കുക. അതാകുമ്പോൾ രാവിലെ നമുക്ക് പാടില്ല, ചടപടയുന്ന നമ്മളുടെ ജോലിയൊക്കെ കഴിയും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഇങ്ങനെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളീനെ ഇങ്ങനെ ഒന്ന് കുറുകിയ മുറിച്ചിടും കേട്ടോ. അതുപോലെ തന്നെ പച്ചവളം മുറിച്ചിടും. അതിനുശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഒഴിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി ഈ അരപ്പിൽ പുളി അരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പുളി വെള്ളം ഒഴിക്കാത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അടുപ്പിലോട്ട് വയ്ക്കും. സാധാരണ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണം ഇടുന്നത്. ഞാനിന്ന് നേരത്തെ മീൻ കഷ്ണം ഇട്ട കേട്ടോ. എന്നിട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ നമുക്ക് തലേദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് ഇതുപോലത്തെ ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ചെയ്താൽ രാവിലെ നമുക്ക് വലിയ പാട് കാണത്തില്ല. പിന്നെ കുറച്ച് മീനിരുന്നത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയും കൂടെ ഒന്ന് പുരട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിൽ വയ്ക്കാറില്ല, താഴത്തെ തട്ടിലാണ് വയ്ക്കാറുള്ളത്. 2000 years later. അങ്ങനെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ളത് ഉറക്ക ടൈമാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോകാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോഴും നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.